നമ്മളിന്നുണ്ടല്ലോ ഒരാവശ്യത്തിന് വേണ്ടി പോകുന്നതായിരുന്നേ. സംഗതി നല്ല നമ്മൾ ഷോപ്പിൽ വന്നൊരു കസ്റ്റമർ നമ്മുടെ പറഞ്ഞ് അവരുടെ നാട്ടിലൊരു ഫാമിലി ഉണ്ട്, ഉമ്മയും 2 പെമ്മക്കളാണ്. അപ്പോൾ ഉപ്പയില്ല, അപ്പോൾ അവർക്ക് വരുമാനമൊന്നുമില്ല. കുട്ടികൾക്ക് സ്കൂൾ തുറന്നു. അപ്പോൾ ഒരു കുട്ടീൻ്റെ ബുക്കുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, മറ്റേ കുട്ടികൾക്ക് ബുക്കും ബാഗൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ബൈജോട്ടാ നിങ്ങളൊന്ന് അവരെ സഹായിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എന്താപ്പാ സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളെ നാട്ടിൽ പൈസ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ വണ്ടി എടുത്ത് വിട്ട് കേട്ടാ നേരെ അവരെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിങ്ങോട്ട് വരുന്ന കാര്യമുണ്ടല്ലോ, അവരെ വിളിച്ച് പറഞ്ഞേ മക്കളോട് റെഡി ആയിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. നമ്മൾ മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് നോട്ട് ബുക്ക് എന്താ സാധനം എല്ലാം വാങ്ങാമെന്നാണ് പ്ലാന്. നമ്മളങ്ങനെ വീട്ടിലെത്തി നോക്കിയാട്ടെ നല്ല പഠിക്കുന്ന കുട്ടിയാന്ന് കേട്ടാ. ഫുൾ മെഡലും കാര്യങ്ങളും, ഇത് വെക്കാൻ വേണ്ടി സ്ഥലമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ കുട്ടി കേട്ടാ. നോക്കണേ, പഠിക്കാൻ നല്ല കഴിവുണ്ട്, പക്ഷേങ്കിലോ ബുക്കും ബാഗും വാങ്ങാനുള്ള പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ചിന്തിച്ച് നോക്കിയാട്ടെ. സത്യം പറയല്ല, സങ്കടം തോന്നി കേട്ടാ. അപ്പം നമ്മൾ മക്കളെയും കൂട്ടി ഉമ്മാനെയും കൂട്ടി നമ്മൾ നേരെ വിട്ടത് മയിലുള്ള മക്ക മാളിലാണ്. അപ്പോൾ ഇവിടുന്ന് അവർക്ക് വേണ്ടുന്ന സാധനം വാങ്ങിക്കൊടുക്കാമല്ല, അതാണ് അവരെയും കൂട്ടി വന്നത് കേട്ടോ. മാളിലെത്തിയപാട് നമ്മളിതാ ഒരു ട്രോളി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ നോട്ട് ബുക്കും ബാഗും പിന്നെ വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനം എന്താ എല്ലാം വാങ്ങിക്കോ, ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ വഴിക്ക് വിട്ട് നമ്മളെന്ത് ചെയ്ത് മാള് മൊത്തം ചുറ്റിക്കറങ്ങി അങ്ങനെ നേരം കൂട്ടിയ സാധനം വാങ്ങുമ്പോൾ നമ്മൾ അവരെപ്പുറം ഉണ്ടെങ്കിണ്ടല്ല ചിലപ്പോൾ അവർക്ക് സാധനം എടുക്കാൻ എന്തൊക്കെ ഒരു മടിയുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഷബീറോട് പറഞ്ഞു, ഷബീർ നമുക്ക് നിൽക്കണ്ട, നമുക്കിങ്ങനെ മാറിയിക്കുക, അവരിഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കോട്ട് പറഞ്ഞ്. ഉപ്പില്ലാത്ത കുട്ടികളല്ലേ, അവർക്കും ഉണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ. നമ്മളെ മക്കളെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങുന്നുണ്ടല്ലോ, അപ്പം നമ്മളെ മക്കൾക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ല. ഈ കുട്ടികൾക്കും കുറച്ച് സന്തോഷമായിട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും ആ മക്കൾക്ക് നല്ല സന്തോഷമായി കേട്ടാ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടാ, നോട്ട് ബുക്ക് വാങ്ങി, വീട്ടിലേക്കുള്ള കുറേ പച്ചക്കറിയും സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. സത്യം പറയല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. വേറൊന്നല്ലേ, നമ്മൾ സാധാരണ വാങ്ങിയിട്ട് പോക്കണ്ടേ, പക്ഷേ ഇത് വേറൊരാൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോണ്ടല്ല ആ കുട്ടികളെ സന്തോഷമെല്ലാം കാണുമ്പോണ്ടല്ല ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി കേട്ടാ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചില ബുദ്ധിജീവികൾ പറയും, ബൈജീവിൻ്റെ ദാനം കൊടുക്കുന്നത് പബ്ലിസിറ്റി ആകുന്നത് മോശമല്ലേ, ഇത് നിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി നീ ചെയ്യുന്നില്ലെന്നെല്ലാം പറയേ. മുന്നേ ഏതൊരു യൂട്യൂബർ പോയിട്ട് ഇവരെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നാട്ടുകാരും കുറേ ആൾക്കാരോട് പിരിവെടുത്തിട്ടാണ് ഇവർക്കൊരു വീടായത്. അപ്പോൾ പബ്ലിസിറ്റി കൊണ്ടാണ് അവർക്കൊരു വീടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് വിമർശിക്കുന്നവരുണ്ടല്ല, ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാമെന്നാണ് വെച്ചേട്ടാ. പക്ഷേ സൂപ്പർ മാർക്കറ്റിലല്ലേ കയറിയേ, കുട്ടികളല്ലേ കയറിയേ, അവരെ സെലക്ഷനും കാര്യം കഴിയുമ്പോൾ കുറേ ലേറ്റായിനെ. എന്തായാലും നമ്മളിതാ അവരെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നി.